ഞായറാഴ്ച ആയതുകൊണ്ട് 2 കളിയുണ്ട്. ആദ്യത്തെ കളി RCB വേഴ്സസ് പഞ്ചാബ്. RCB അങ്ങനെ പ്ലേ ഓഫിൽ കയറി. അടിപൊളി കളിയായിരുന്നു കേട്ടോ. ഒരു സീറ്റ് ഓഫ് ദി എഡ്ജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ടൈമിൽ RCBയുടെ കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു. പിന്നെ കളി മാറി. നോമിന്ന് RCBയുടെ ഒപ്പമായിരുന്നു. കാരണം പഞ്ചാബ് ജയിച്ചാൽ ചെന്നൈ പുറത്താം. ചെന്നൈ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടാവും. ഞാൻ വിചാരിച്ചു പാവല്ലേ RCB നമ്മളെ രക്ഷിക്കുന്നു. RCB രക്ഷിച്ചു. സോ RCB ഫസ്റ്റ് ബാറ്റിങ്ങിന് ഇറങ്ങി. ഇന്ന് മറ്റേ വെങ്കിടേഷ് അയ്യരും റൊമാരിയോ ഷെപ്പേർഡും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പട്ടിദാർ ഇല്ലാണ്ട് ജിതേഷ് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അണ്ണന്റെ ക്യാപ്റ്റൻസിയിൽ. സോ ടോപ്പ് ഓർഡർ തകരണം, എന്നാൽ എനിക്ക് ഇറങ്ങി ടീമിനെ രക്ഷിക്കാം. അങ്ങനെ കൊണയടി മാത്രമുള്ള ചങ്ങായിയാണ്. പക്ഷെ അടിപൊളി ക്യാപ്റ്റൻസി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കോഹ്ലി അണ്ണൻ ഇന്നും 50 അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തെറിവിളി കിട്ടും, അത്ര തന്നെ ഉള്ളൂ. ഇതേ നോക്ക് വേറെ ഏതൊരു പ്ലെയർ അടിച്ചോ അവരെ വന്നിട്ട് ദിസ് ഗായ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ T20, ദിസ് ഗായ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ IPL, ടീമിനെ കൊണ്ടേ തൊലച്ചു എന്ന അതേ സാധനം കോഹ്ലി അടിച്ചു കഴിഞ്ഞാൽ 38 ബോളിൽ 58 അടിച്ചു കഴിഞ്ഞു വെച്ചാൽ പീക്ക് നോക്ക്, മാർവലസ് നോക്ക്, മാഗ്നം ഓപ്പസ് അങ്ങനെ തള്ളി നടക്കുന്ന ഫാൻസ് ആണ് RCBക്ക് ഉള്ളത്. വേറെ ബാക്കിയുള്ള എല്ലാവരും സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കോ, ദാറ്റ്സ് ബെറ്റർ ദാൻ വിരാട് കോഹ്ലി. അപ്പൊ പറയും പിച്ചിന്റെ കണ്ടീഷൻ അങ്ങനെയായിരുന്നു. കോഹ്ലി ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ പുല്ലിന് 2 സെന്റിമീറ്റർ നീളം കൂടുതലായിരുന്നു, കോഹ്ലിയുടെ ബാറ്റിന് വെയിറ്റ് കൂടുതലായിരുന്നു. അങ്ങനത്തെ കുറെ ന്യായീകരണങ്ങൾ കൊണ്ടുവരും. പറഞ്ഞിട്ട് കാര്യമില്ല. ജേക്കബ് ബെത്തൽ പിന്നെ അപ്പുറത്തെ ടീമിന് ഒരു ഫ്രീ വിക്കറ്റ് ആണ്. അപ്പുറത്തെ ടീമിന് ഫ്രീ വിക്കറ്റ് വേണമെങ്കിൽ ബെത്തലിനെ ബോൾ ചെയ്താൽ മതി, ബെത്തൽ വിക്കറ്റ് വന്നിട്ട് പോയിക്കോളും. ഞെട്ടിച്ചത് വെങ്കിടേഷ് അയ്യരാണ്. ദാറ്റ് ഗായ് വാസ് ലൈക്ക് എൻ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ ചെറുക്കൻ ഇങ്ങനെ അടിക്കുന്നത്. അറിയാം ആള് നന്നായി കളിക്കുന്നൊക്കെ അറിയാം. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള ആളുടെ ഫോം നോക്കിയാൽ മതി, അത്ര കിടുവായിട്ടൊന്നും കളിച്ചിട്ടൊന്നുമില്ല. കിടു കളി. ഇന്നത്തെ RCBയുടെ സേവിയർ ദാറ്റ് വാസ് വെങ്കിടേഷ് അയ്യർ. ആൻഡ് ടുവേർഡ്സ് എൻഡ് നമ്മുടെ ടിം ഡേവിഡിന്റെ ഭാഗം ഒരു സൂപ്പർ ക്യാമിയോ ഉണ്ടായിരുന്നു, അടിപൊളി. ദേവ്ദത്ത് പടിക്കൽ അടിപൊളി. ഇന്ന് ബാറ്റ് ചെയ്തതിൽ ബെത്തല് നന്നായി കളിച്ചിട്ടില്ല. കോഹ്ലി കുറച്ച് ബോൾ തിന്നു, 6 ഓവർ എന്തോ കോഹ്ലി തിന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും അടിപൊളി കളിയായിരുന്നു ബാറ്റിംഗ്. നമ്മുടെ ജിതേഷ് പോരാളിക്കൊന്നും കളിക്കേണ്ടി വന്നില്ല. അപ്പൊ ഞാൻ ഈ കറുപ്പൊക്കെ കണ്ടു വന്നിട്ട് ഞാൻ ഉറങ്ങായിരുന്നു. ഇവരെ ബാറ്റിംഗ് ആയപ്പോ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. ഞാൻ നോക്കണു പഞ്ചാബിന് മസ്റ്റ് വിൻ കളിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവരെന്തായാലും ഇന്ന് അടിച്ച് തൂറ്റിക്കും RCBയെ. എനിക്ക് ഇന്നാലെ RCB ജയിക്കണമെന്നായിരുന്നു. പ്രിയാൻചാര്യ ഫസ്റ്റേ പോയി, പ്രഭ് സിമ്രൻ പോയി, ശ്രേയസ് അയ്യർ പോയി. ഞാൻ നോക്കുമ്പോ എത്ര 3 എണ്ണൊക്കെ പട്ടാന്ന് പോയി. ബോട്ട്ലിംഗ് ഒരു ആർട്ടാണെങ്കിൽ അതിലത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് പഞ്ചാബാണ്. ഒരിക്കലും ആഴ്സണൽ അല്ല. നമ്മൾ ആഴ്സണലിനെ കളിയാക്കും. അതായത് ആഴ്സണൽ പറയുന്ന ടീം നെറ്റ്ഫ്ലിക്സ് പോലെയാണ് ഇത്ര. യു ഓൾവേസ് ഹാവ് ടു വെയിറ്റ് ഫോർ നെക്സ്റ്റ് സീസൺ. അതേപോലെ തന്നെയാണ് പഞ്ചാബ്. കഴിഞ്ഞ സീസണിലാണോ അതോ അതിന് മുമ്പത്തെ സീസണിലാണോ എന്നറിയില്ല, ഇതേപോലെ തന്നെയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ്. ഒരു ടൈമിൽ ഫസ്റ്റ് നിന്ന ടീം പ്ലേ ഓഫിൽ പോലും ക്വാളിഫൈ ആയില്ല. ആൻഡ് മിക്കവാറും പഞ്ചാബും ക്വാളിഫൈ ആവില്ല. പഞ്ചാബിന് അടുത്ത കളി ജയിച്ചാലും പഞ്ചാബിന് 15 പോയിന്റ് ആവുള്ളൂ. വെരി 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 ലെസ് ചാൻസസ്. കൊണ്ടേ തൊലച്ചല്ലോടാ. 7 കളി എന്തോണ് അടുപ്പിച്ച് തോറ്റിരിക്കുന്നത്. 7 6 അയ്യേ ചേ. എനിക്ക് ശ്രേയസ് അയ്യർ കളിക്കുന്നുണ്ടായിരുന്നു. ശ്രേയസ് അയ്യരുടെ ഈ സീസൺ ഫുൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കളി കണ്ടവർക്ക്, പഞ്ചാബിന്റെ ബാറ്റിംഗ് കണ്ടവർക്ക് അറിയാം, ശ്രേയസ് അയ്യർ ഒരുവിധം എല്ലാ കളിയിലും ക്യാച്ച് കൊടുക്കും. ഇവര് പിടിക്കാനായിട്ടാണ് ശ്രേയസ് അയ്യരുടെ 50 ആക്കി മാറ്റുന്നതും 80 ആക്കി മാറ്റുന്നതും. ഒരു കളിയിൽ 3-4 ക്യാച്ച് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശ്രേയസ് അയ്യർ വേഗം പോയി. ആ കൂപ്പർ കോൺലി ആ ചെറുക്കൻ എങ്ങനെയൊക്കെ നിന്ന് കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യാൻസ് പറഞ്ഞ പയ്യൻ കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ അവര് രണ്ടുപേരും പോയിട്ട് ഏകദേശം 5 എണ്ണോ പോയി. കഴിഞ്ഞ തവണത്തെ ഫൈനലില്ലേ അതിന്റെ ഒരു എക്സാക്ട് റീക്രിയേഷൻ ആയിരുന്നു ഇന്നത്തെ കളി. ഇത്രയും കളി കളിക്കാത്ത നമ്മുടെ ശശാങ്ക് വാവ ഇന്ന് കിടുവായി കളിച്ചു. ശശാങ്ക് അടിപൊളിയായി കളിച്ചു. ഒരു പ്രോപ്പർ സപ്പോർട്ട് കിട്ടിയതിന്റെ ഒരു സൈഡിൽ നിന്ന് ചിലപ്പോൾ ജയിച്ചേനെ അവര്. ഒരു സമയത്ത് ഒരിക്കലും എത്തില്ല എന്നുള്ള ടോട്ടലിൽ ഏകദേശം അടുത്ത് വരെയൊക്കെ എത്തിച്ചത് ശശാങ്കിന്റെ ഒരൊറ്റ ഇന്നിങ്സ് ആണ്. സ്റ്റോണിസ് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തു. സോ സ്റ്റോണിസിന്റെ ഒരു സിമ്പിൾ ക്യാച്ച് ബെത്തല് വിട്ടു. ബെത്തൽ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇവനെ കൊണ്ട് ബാറ്റിങ്ങിനും ഗുണമില്ല, ഫീൽഡിങ്ങിനും ഗുണമില്ല. ഒരു അടിപൊളി എഫേർട്ടിൽ ഒരു 6 എണ്ണം സേവ് ചെയ്തിട്ടുണ്ട്, കിട്ടുമായിരുന്നു. ആൻഡ് അടുത്ത ഒരു ബോളിൽ ഒരു ക്യാച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് ഓൾസോ നൈസ്. മറ്റേ അഫ്ഗാനിസ്ഥാനത്തെ ഒരു അസ്മത്ത ഏതൊരു പ്ലെയർ വന്നിട്ട് അവസാനം അടിക്കാനൊക്കെ നോക്കി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കളി കയ്യിൽ നിന്ന് പോയി. ഭുവനേശ്വർ കുമാറിനെ ഇട്ട് വറുത്തെടുത്തു ടുവേർഡ്സ് ലാസ്റ്റ്.
ഹേസൽവുഡും അതേപോലെ തന്നെ മറ്റേ റസിക്ക അങ്ങനെ ഏതൊരു ചെറുക്കൻ ഏജാതി യോക്കേഴ്സ് എറിയുന്നു പെട്ടാട്ടോ. ആ ചെറുക്കൻ ശരിക്കും ഞെട്ടിച്ചു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ച് കളിയായിട്ട് തന്നെ ആൾ അടിപൊളിയാണ്. എജാതി യോക്കേഴ്സ് എറിയുന്നത്. ഹേസൽവുഡിന്റെ ബോളിൽ സ്റ്റോണിസ് ഔട്ട് ആയതാണ് കോമഡി ആയത്. ഫുൾ ടോസിൽ LBW. പഞ്ചാബിന് പ്രോപ്പർ ആയിട്ട് ഫിനിഷേഴ്സ് കമ്മിയാണ്. എവിടെ വേണമെങ്കിൽ നോക്കിക്കോ. എപ്പോഴും അവര് ടോപ്പ് ഓർഡർ ക്ലിക്ക് ആവുന്നതുകൊണ്ട് അധികം പണി ഫിനിഷേഴ്സിന് വരാറില്ല. ഓവൻ എന്നൊക്കെ പറഞ്ഞ പ്ലെയർ ഉണ്ട്. അവനെയൊക്കെ എന്തായാലും കളിപ്പിക്കാത്തപ്പോ. എന്തായാലും പഞ്ചാബിന്റെ ചീട്ട് കയറി. RCB പ്ലേ ഓഫിലോട്ട് കയറി. നല്ല കാര്യം. ചെന്നൈക്ക് ഒരു ചാൻസ് ഉണ്ട്. ഇന്നത്തെ DC വേഴ്സസ് രാജസ്ഥാൻ കളിയിൽ DC ജയിച്ചാൽ മതിയായിരുന്നു. എടേ എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കടേ, ഒരു സഹായമൊക്കെ ചെയ്ത് താടേ. രാജസ്ഥാൻ ജയിച്ചു കഴിഞ്ഞാൽ തലവേദനയാണ്. സോ ഇന്നത്തെ ഒരു അടിപൊളി കളിയായിരുന്നു. പേഴ്സണലി ഞാൻ ടുവേർഡ്സ് എൻഡ് ഒക്കെ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തൊരു കളി. സോ അടുത്ത കളിയായിട്ട് വരാം.